ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ പുകവലിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചേട്ടന്മാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ. നിങ്ങൾ ഈ വലിച്ചു കയറ്റുന്ന പുകയിലൂടെ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് ഒരു വട്ടമെങ്കിലും നിങ്ങൾ അത് വലിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ? പുക വലിക്കുന്നത് മൂലം എന്തൊക്കെ അസുഖങ്ങളാണ് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ തിയേറ്ററിലൊക്കെ പോയാൽ കണ്ടിട്ടില്ലേ, സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലിക്കുന്നത് കൊണ്ട് 16 തരത്തിലുള്ള ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്വാസകോശത്തില്, മൗത്തില് ഒക്കെ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. പിന്നെയോ വിവിധ തരം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ശ്വാസകോശത്തിൽ ക്യാൻസർ വരാം, അതല്ലാതെ തന്നെ വിവിധ തരം ശ്വാസകോശ സംബന്ധമായ അസുഖം വരാൻ സാധ്യതയുണ്ട്. ത്രോട്ട് ക്യാൻസർ, ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന ക്യാൻസർ, മൗത്തിൽ ഉണ്ടാകുന്ന ക്യാൻസർ, തലകറക്കം, ബാഡ് ബ്രീത്ത്, പിന്നെ പല്ലിലുണ്ടാകുന്ന വിവിധ തരം പ്രശ്നങ്ങൾ, ബലഹീനത, ദഹനക്കേട്, നേത്രരോഗം, കണ്ണിലുണ്ടാകുന്ന പല പല അസുഖങ്ങൾ, തിമിരം വരാൻ സാധ്യതയുണ്ട്. തലവേദന, അകാല വാർദ്ധക്യം, വന്ധ്യതാ പ്രശ്നങ്ങൾ, പൾമണറി വിഷബാധ, ഹാർട്ട് അറ്റാക്ക്, കാർഡിയാക് അറസ്റ്റ്. നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ക്യാൻസർ വരാം. ഇന്ന ഭാഗമെന്നില്ല, ഏത് ഭാഗത്ത് വേണമെങ്കിലും ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെയോ ടൈപ്പ് 2 പ്രമേഹം, ഇതും വരാൻ സാധ്യതയുണ്ട്. നമ്മളൊരു പുക ഉള്ളിലോട്ട് കാശ് കൊടുത്ത് നമ്മൾ അസുഖങ്ങൾ വാങ്ങുകയാണല്ലേ, ഇത് വലിക്കുന്നതോടെ എന്തെല്ലാം അസുഖങ്ങളാണ് നമുക്ക് വരുന്നത്. നിങ്ങൾ വലിക്കുന്നത് കൂടാതെ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നവർക്ക് നിങ്ങൾ ഈ അസുഖങ്ങൾ കൊടുക്കുകയാണ്. അപ്പം ഇനിയെങ്കിലും പുക വലിക്കുന്ന എല്ലാവർക്കും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ സ്വയം നമുക്ക് അസുഖങ്ങൾ വാങ്ങി കൂട്ടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ. ഒരു റോസാപ്പൂ നമ്മൾ നന്നായി പുകയുള്ള ഒരടുപ്പിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കുകയാണ്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ആ റോസാപ്പൂ എടുത്ത് നോക്കിയാൽ നമ്മൾ ചെടിയിൽ നിന്ന് വലിച്ചെടുത്ത റോസാപ്പൂവിൻ്റെ അവസ്ഥയായിരിക്കില്ല അല്ലേ. ആകെ അത് വാടി തളർന്നിട്ടുണ്ടാവും. ഫുള്ള് കരി, പുക എല്ലാം അടിച്ച് ആകെ അത് വൃത്തികേടായിട്ടുണ്ടാവും. ഒന്നാമത്തെ വാടി തളർന്നിട്ടുണ്ടാവും. അതേപോലെയാണ് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ അവസ്ഥ. നമ്മൾ ഉള്ളിലോട്ട് കൊടുക്കുന്ന ആ പുകയ്ക്കനുസരിച്ച് നമ്മുടെ ശ്വാസകോശം ഡാമേജ് ആയി കൂടുതൽ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്കും ഇത് നമ്മൾ പുക വലിക്കുന്നതുകൊണ്ട് നമ്മൾ അടുത്തിരിക്കുമ്പോൾ അടുത്തുള്ളവർക്കും കൂടെയാണ് അതിൻ്റെ ആപത്ത്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. ഒറ്റയടിക്ക് നിർത്താൻ ചിലപ്പോൾ അതിന് അഡിക്റ്റായി പോയവർക്ക് കഴിയില്ലായിരിക്കും, പക്ഷെ നമ്മൾ ശ്രമിച്ചാൽ അത് നിർത്താൻ കഴിയും.